ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നോമ്പ് കാലത്ത് ഇഫ്താറിനാണെങ്കിലും അല്ലെങ്കിൽ രാവിലെ കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. നമുക്കാദ്യം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച പൊട്ടാറ്റോയ്ക്ക് പകരം ക്യാരറ്റ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ചെറിയ തീയിലിട്ട് വേകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 സവാള അരിഞ്ഞത്, ചെറിയ സവാളയാണ് കേട്ടോ, വലുതാണെങ്കിൽ ഒന്നെടുത്താൽ മതി. അതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച 1 കപ്പ് ക്യാബേജ് ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. ചെറിയ തീയിലിട്ടൊന്ന് കുക്കാകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മളിങ്ങനെ മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് മുട്ടയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് രാവിലെ ആണെങ്കിലും ഇഫ്താറിനാണെങ്കിലും രാവിലെ കുട്ടികൾക്ക് നോമ്പ് കാലത്തൊക്കെ കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചിക്കൻ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇത്രയും മതിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. പാനിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത്. അതൊരു കുരങ്ങനെ, ഞാനിവിടെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുരങ്ങനെ കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാണ്. ഇതിപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ കണ്ടത് കൊണ്ട് ഞാൻ അതും കൂടെ ക്യാമറയിലൊന്ന് പകർത്തിയെന്നുള്ളൂ കേട്ടോ. ഒരെണ്ണത്തിനെ ക്യാമറയിൽ പകർത്തുമ്പോൾ കൂട്ടത്തോടെ വന്നോട്ടോ, എന്നെയും കൂടെ പകർത്തിക്കോ ഞാനുമുണ്ട് എന്ന രീതിയിൽ. ഇത് നമുക്കിവിടെ മാറ്റി വെച്ചിട്ട് ഇനി ഒരു ബൗളിലേക്ക് 3 അല്ലെങ്കിൽ ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ചെറിയ മുട്ടയാണെങ്കിൽ 4 എടുക്കണം, വലുതാണെങ്കിൽ 3 മതി കേട്ടോ. ഇതൊന്ന് പൊട്ടിച്ചൊഴിച്ച ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പെപ്പർ പൗഡറും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഈ ഒരു മസാലയും കൂടെ ചേർത്തിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് രാവിലെയൊക്കെ കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ എളുപ്പത്തിൽ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഒരു കുക്ക് ചെയ്തെടുക്കേണ്ട പരിപാടി മാത്രമല്ലേ ഉള്ളൂ. ഇതിപ്പോൾ ഇത്രയും മതി, മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു പാൻ ചൂടാക്കിയിട്ട് കുറച്ചൊന്ന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. പാൻ നന്നായി ചൂടാകുമ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മുടെ ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ ഇടയ്ക്ക് ചീസ് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് ഞാൻ പകുതിയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾ ചീസ് ആഡ് ചെയ്യുന്നില്ലെങ്കിൽ ഫുള്ളായിട്ട് തന്നെ ഒഴിച്ച് കൊടുത്താൽ മതി. മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തത് ഞാൻ ഇടയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള മിക്സും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യണം. ചീസ് ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമില്ല, വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റി ആവുന്നുണ്ട്. എന്നിട്ടിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു ഭാഗം ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇതിപ്പോൾ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. നമുക്കിങ്ങനെ തന്നെ മറിച്ചിട്ട് കൊടുക്കാൻ പാടായിരിക്കും. അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് കമഴ്ത്തിയിട്ട് പിന്നെ വീണ്ടും ഈ പാന് വെച്ചിട്ട് ആക്കി കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ലോ ഫ്ലെയിമിൽ തന്നെ കുറച്ച് നേരം വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടിയാൽ മതി. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ടും സ്നാക്കായിട്ടൊക്കെ നമുക്കിത് സെർവ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.